നമ്മള് കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതെന്താ? നമ്മള് എങ്ങനെയാണ് ഒരു അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ വെച്ച് വർക്ക് ചെയ്യുന്ന അപ്ലയൻസസ്, വാട്ടർ ഹീറ്റേഴ്സ് ആയിക്കോട്ടെ, ഇൻഡക്ഷൻ കുക്കേഴ്സ് ആയിക്കോട്ടെ, അയൺ ബോക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത്. ബട്ട് ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കറണ്ടിന് ഹീറ്റിംഗ് എഫക്റ്റ് മാത്രമല്ല ഉള്ളത്, മറ്റ് പല എഫക്ട്സും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്ത ഹീറ്റിംഗ് എഫക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ ആക്ച്വലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ടിന്റെ തന്നെ ലൈറ്റ്നിങ് എഫക്റ്റിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ലൈറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഇലക്ട്രിക് എനർജി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു, പക്ഷെ കൺവേർട്ട് ആയി കിട്ടുന്നത് ലൈറ്റ് എനർജിയിലേക്കാണ്. അങ്ങനെയുള്ള കേസസ് ആണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനകത്ത് വരെ ഏതാണ്? ബൾബാണ്. പക്ഷെ ബൾബ് തന്നെ പലതരം ഉണ്ട്. ഇപ്പൊ നമ്മളൊരു നിങ്ങളുടെ തന്നെ ചെറുപ്പകാലം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന ടൈപ്പ് ഓഫ് ബൾബ് ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത്, അല്ലെ? അന്ന് ഇങ്ങനെ ഒരു ഫിലമെന്റ് പോലെയുള്ള ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു മഞ്ഞ വെളിച്ചം വരുന്ന ബൾബുകളായിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് എനർജി എഫിഷ്യന്റ് ആണ്, ഇല്ലെങ്കിൽ കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് KCB കുറെ അധികം ഇനീഷ്യേറ്റീവ്സ് എടുത്തിരുന്നു. അങ്ങനെ വന്നതായിരുന്നു പിന്നെ എന്ത്, CFL ലാംപ്സിന്റെ ഇൻട്രൊഡക്ഷൻ വന്നു. CFL ലാമ്പും നമ്മൾ കുറെ അധികം ഫെമിലിയർ ആണ്. സോ ആദ്യം ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് ബൾബിൽ നിന്ന് നമ്മൾ അഡ്വാൻസ് ചെയ്ത് നമ്മൾ CFL ലേക്ക് വന്നു. CFL കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ബൾബുകളും എന്ത് ബൾബുകളാ? LED ബൾബുകളാണ്. സോ ഇതൊരു പ്രോഗ്രസീവ്ലി നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ഈ പറഞ്ഞൊരു 3 കാറ്റഗറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫിലമെന്റ് കണ്ടിട്ടുണ്ടാവും, CFL കണ്ടിട്ടുണ്ടാവും, LED കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? സോ തുടക്കത്തിൽ നിന്ന് ഇപ്പൊ വരെയുള്ള നമ്മൾ നോക്കി കഴിയുമ്പോൾ തന്നെ പല തരത്തിലുള്ള ബൾബാണ് നമ്മൾ കണ്ടു. സോ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരുപക്ഷെ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ലാമ്പ് നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, ഇപ്പൊ എന്തുകൊണ്ട് ആൾക്കാർ കുറെ അധികം LED പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതും ഒരു കാരണവും ഇല്ലാണ്ട് നമ്മളിങ്ങനെ അഡ്വാൻസ് ചെയ്യില്ലല്ലോ. വി ആർ അഡ്വാൻസിങ് ബിക്കോസ് സയൻസ് ഹാസ് അഡ്വാൻസ്ഡ്. അത് നമ്മളുടെ ബെനിഫിഷ്യൽ ആയിട്ട് വന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ആ മെത്തോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, കറക്റ്റ്? സോ ലെറ്റ്സ് ഇവാലുവേറ്റ് തുടക്കം മുതൽ ഇപ്പോ വരെയുള്ള ചേഞ്ചസ് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഏതാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്ന കൈൻഡ് ഓഫ് ബൾബ്, എന്തുകൊണ്ട് നമ്മൾ അത് മാറ്റി, അല്ലെങ്കിൽ നമ്മൾ അത് എഫിഷ്യന്റ് അല്ല എന്ന് നമുക്ക് എന്തുകൊണ്ട് തോന്നി, നമ്മൾ ഇന്ന് എന്തുകൊണ്ട് ഇപ്പോഴത്തെ സമയത്തൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ LEDs യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ലൈറ്റ്നിങ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. So what is an electric lamp? Let's start from here, from the basic. What is an electric lamp? So we can simply put into words that electric lamp is a device which converts this electrical energy into the light energy, right? So electrical energy നെ light energy ആയിട്ട് convert ചെയ്യുന്ന ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ ഒരു അപ്ലയൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ലാമ്പ്. സോ അതിനകത്തുള്ള എനർജി കൺവേർഷൻ എന്താണ്? വി ആർ ആക്ച്വലി കൺവേർട്ടിംഗ്, സോറി, ഇറ്റ്സ് ആക്ച്വലി കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജി to which one it is converting to light energy. So ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ എനർജി കൺവേർഷൻ നടക്കുന്ന എല്ലാ ഡിവൈസസും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ അപ്ലയൻസസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലാംപ്സ് എന്ന് വിളിക്കുന്നത്. So any device that converts electrical energy into light energy can be called an electric lamp. So we have seen a different varieties of lamp, isn't it? In the introductory class itself, that means when we started this class, we have said that there were many kinds of lamps. Still there are, ഇപ്പോഴും ഉണ്ട് അല്ലെ? ബട്ട് ഇനീഷ്യലി നമ്മൾ കണ്ടിരുന്ന ലാമ്പ് ഫോമാറ്റ്സ് അല്ല നമ്മൾ ഇപ്പൊ കാണുന്നത്. ഇതൊരു പക്ഷെ നിങ്ങൾ ഇപ്പോഴും കാണുന്നതായിരിക്കും. ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ കാണുന്ന ചെറിയ ലാംപ്സ് ഇപ്പോഴും ഇത് തന്നെയാണ്. ദെൻ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് CFL ലാംപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, ബട്ട് മറ്റുള്ള ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ലാംപ്സും നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഇതിനെല്ലാത്തിനും ഡിഫറെന്റ് പേരുകളുണ്ട്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും എന്താണ്? ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ ഈ പറഞ്ഞ ലാംപ്സിനെ നമ്മൾ ആക്ച്വലി അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. അതിന്റെ ഡിസൈനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലാംപ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ലാംപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദിയർ ഡിസൈൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. So among this, let's discuss the first kind. Okay, so mainly we are going to discuss 3 kinds of lamps today. One is incandescent lamp, second one is the discharge lamp, third one the LED. So these 3 are we are going to discuss today. അതിൽ LED നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ. നമ്മളിപ്പോ ചുറ്റും ഇപ്പൊ ക്രിസ്മസിന് നിങ്ങൾ ക്രിസ്മസ് ട്രീയിലായാലും ഈ പറഞ്ഞ പുൽക്കൂടിലായാലും നിങ്ങൾ പല കളേഴ്സിലുള്ള LEDs ആണ് യൂസ് ചെയ്യുന്നത്. സോ LEDs നിങ്ങൾ വളരെയധികം ഫെമിലിയർ ആണ്. അതിന്റെ തന്നെ ലാംപ്സ് ആണ് നമ്മൾ ഇപ്പൊ വീടുകളിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ
റീസൺ അറിയാതെ ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും LED യൂസ് ചെയ്താൽ കറണ്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും, ബില്ല് കുറവേ വരുള്ളൂ എന്ന് നമ്മൾ പറയുമായിരിക്കും. ബട്ട് അതിന്റെ റീസൺ ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ ടുഡേ. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ ഇൻകാൻഡസെന്റ് ലാമ്പ്. സോ ഇൻകാൻഡസെന്റ്, ആ പേര് പറയുമ്പോൾ തന്നെ ഇൻകാൻഡസെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നാണ് അർത്ഥം. സോ ഇൻകാൻഡസെന്റ് ലാമ്പ് ഗ്ലോയിങ് വിത്ത് ഹീറ്റ്, ആ കാര്യം നിങ്ങൾ ഓർക്കുക. കാര്യം അവിടെ ഹീറ്റിംഗ് എഫക്ട് തന്നെയാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യാൻ പോകുന്നത്. അത് വെച്ചിട്ടാണ് അവിടെ ലൈറ്റ്നിങ് എഫക്ട് ഉണ്ടാവുന്നത്. സോ ഇൻകാൻഡസെന്റ് ലാമ്പ് ഗ്ലോയിങ് വിത്ത് ഹീറ്റ്, അതാണ് ഏറ്റവും ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇറ്റ് ഈസ് ആക്ച്വലി ഗ്ലോയിങ് വിത്ത് ഹീറ്റ്, ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. പിന്നെ എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, അതിൽ ഫിലമെന്റ് ഉണ്ട്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ജൂൾസ് ലോ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞതാ ഹീറ്റിംഗ് കോയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് കോയിലാണ് യൂസ് ചെയ്യുന്നത്, നിക്രോം ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഫിലമെന്റിന് ഒരിക്കലും നമുക്ക് നിക്രോം യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സാമിന് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വൈ നിക്രോം ഇസ് നോട്ട് യൂസ്ഡ് ആസ് എ ഫിലമെന്റ് ഇൻ ഇൻകാൻഡസെന്റ് ലാമ്പ്, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സോ ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ is used as filament in incandescent lamp. സോ 3 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, അതിനൊരു ഗ്ലാസ് കവർ ഉണ്ട്, ഇതാണ് അതിന്റെ ഗ്ലാസ് കവർ. പിന്നെ ഇവിടെ ഈ രണ്ടറ്റത്തുമുള്ള ഈ വയർ എന്ന് പറയുന്ന കോപ്പർ ആണ്. ദെൻ ഇവിടെയാണ് നമ്മളുടെ ഫിലമെന്റ് വരുന്നത്, ഈ ഭാഗത്ത്. സോ ഫിലമെന്റ് ഇസ് കണക്റ്റഡ് വിത്ത് ദ കോപ്പർ വയേഴ്സ്. സോ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? ടങ്സ്റ്റൺ ആണ്. പിന്നെയും ഇമ്പോർട്ടന്റ് കാര്യം, എന്തുകൊണ്ട് ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നു? നിക്രോം യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് ഓയിൽസിൽ നിക്രോം യൂസ് ചെയ്യുന്നതിന്റെ കുറെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. അതേപോലെ ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താ, ടങ്സ്റ്റൺ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നാണ് അർത്ഥം വരിക. കറക്റ്റ്. സോ ഹീറ്റിംഗ് എഫക്ട് കാരണമാണ് ഇവിടെ ലൈറ്റ് വരുന്നത്. സോ അവിടെ അത്രയധികം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എത്ര ഹീറ്റ് കൂടുന്നോ ആ ഹീറ്റിനനുസരിച്ച് മെൽറ്റ് ചെയ്ത് പോകാൻ പാടില്ല. സോ ടങ്സ്റ്റൺ ഷുഡ് ഹാവ് എ ഗ്രേറ്റർ മെൽറ്റിംഗ് പോയിന്റ്. അതൊരു കാര്യം. ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടങ്സ്റ്റൺ ഇസ് വെരി ഹൈ. ഒന്ന്. രണ്ട്, ഇറ്റ് ബേൺസ് ഇൻ ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് റിമെയിൻസ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് വൈറ്റ് ഹോട്ട് ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ നിക്രോം എടുത്തു കഴിഞ്ഞാൽ അവിടെ വൈറ്റ് ഹോട്ട് അല്ലാതെ റെഡ് ഹോട്ട്. ഇപ്പൊ നിക്രോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇത്രയും മെൽറ്റിംഗ് പോയിന്റ് നിക്രോമിന് ഇല്ല. ഇപ്പൊ നിക്രോമും നമ്മൾ ടങ്സ്റ്റണും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് കുറച്ചും കൂടി ഹൈ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ടങ്സ്റ്റൺ വൈറ്റ് ഹോട്ട് ആണ് എമിറ്റ് ചെയ്യുക, നിക്രോം എമിറ്റ് ചെയ്യുക റെഡ് ഹോട്ട് ആയിട്ടാണ്. എന്തായത് റെഡ് ഹോട്ട് കണ്ടീഷനിലാണ് നിക്രോം ഗ്ലോ ചെയ്യുക. സോ അവിടെ നമുക്ക് നിക്രോം വയേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഒരുപക്ഷെ കിട്ടുക റെഡിഷ് ഓറഞ്ച് കളർ ആയിരിക്കും. പക്ഷെ ടങ്സ്റ്റൺ യൂസ് ചെയ്ത് നമുക്ക് കിട്ടുക എന്ത് ലൈറ്റ് തന്നെയായിരിക്കും? വൈറ്റ് ലൈറ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് രണ്ട്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ മാതിരി എന്തുവാ, വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ റിമെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. എന്തിന്? ടങ്സ്റ്റന്. ഹൈലി ഡക്റ്റിലിറ്റി, ഹൈ ഡക്റ്റിലിറ്റിയാ ഇത്. ഫിലമെന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വയേഴ്സ് ഭയങ്കര തിന്നാണ്. സോ മെറ്റൽസിന്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള മാലബിലിറ്റി, ഡക്റ്റിലിറ്റി ഒക്കെ അല്ലെ. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ ഏറ്റവും തിൻ വയേഴ്സ് ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ബ്രിട്ടിൽ പൊട്ടി പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഹൈ ഡക്റ്റിലാണ്, ഹൈലി ഡക്റ്റൈലാണ് എന്ത് സാധനം? ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. സോ ടങ്സ്റ്റന്റെ ഈ പ്രോപ്പർട്ടീസ് ആണ് അതിനെ ഒരു ഫിലമെന്റ് ലാമ്പിൽ യൂസ് ചെയ്യാനുള്ള റീസൺ. സോ ഇത്രയും മനസ്സിലായല്ലോ. ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് വെച്ചാൽ ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നാണ് അർത്ഥം. അതായത് ഹീറ്റിംഗ് എഫക്ട് കൊണ്ടിട്ടാണ് അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കാരണമായിരിക്കും അവിടെ ഹീറ്റിംഗ് എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടങ്സ്റ്റൺ ആണ്, വിച്ച് ഇസ് യൂസ്ഡ് ആസ് ദ ഫിലമെന്റ്. ആ ഫിലമെന്റ് യൂസ് ചെയ്തിട്ട് എന്താ, ടങ്സ്റ്റൺ യൂസ് ചെയ്തിട്ടാണ് അവിടെ ഹീറ്റിംഗ് എഫക്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ടങ്സ്റ്റന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഇറ്റ് ഈസ് വെരി ഹൈലി ഡക്റ്റൈൽ ആൻഡ് ഇറ്റ് റിമെയിൻസ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ, ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഗ്ലോസ് ആസ് വൈറ്റ് ഹോട്ട്. അപ്പൊ എമിറ്റ് ചെയ്യുന്ന ലൈറ്റും എന്ത് തന്നെയായിരിക്കും? വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ തന്നെയായിരിക്കും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സോ ദീസ് ആർ ഇത് ഏറ്റവും ആദ്യത്തെ സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന ബൾബുകളാണ് കേട്ടോ ഈ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ എമംഗ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ലാംപ്സ് അവൈലബിൾ ആൻഡ് ദേ ഓപ്പറേറ്റ് ഓൺ ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. We said that the word means that glowing with heat, isn't it? So it is they operate on the heating effect of electric current. Now they are simple to design and manufacture but extremely inefficient and wasteful. എന്തുകൊണ്ട് ഇത് ഇൻഎഫിഷ്യന്റും വേസ്റ്റ്ഫുൾ ആണെന്ന് പറയുന്നു? വി ആർ കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. സോ ബിഫോർ ദാറ്റ്, നമ്മളൊരു ബൾബ് ഉണ്ടാക്കുമ്പോൾ ഈ മെറ്റീരിയൽ ആണ് ഇതിനെ യൂസ് ചെയ്യുന്നത് എന്ന് പറയണമെങ്കിൽ എന്തിനാ നമ്മൾ ആ മെറ്റീരിയൽ യൂസ് ചെയ്യണമെന്നും കൂടെ പറയണം. ഇപ്പൊ നമ്മൾ ടങ്സ്റ്റൺ എടുത്തു, ടങ്സ്റ്റൺ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്തേന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് ഇതിനൊരു ഗ്ലാസ് കവർ ഉണ്ടെന്ന് പറഞ്ഞു, റൈറ്റ്? സോ ഈ ഗ്ലാസ് കവർ എന്തിനാ അവിടെ വെച്ചിട്ടുള്ളത്?
കാര്യം ഈ പറഞ്ഞ ടങ്സ്റ്റൺ ഓക്സിഡൈസ് ചെയ്യാൻ പാടില്ല. സോ ഗ്ലാസ് ആക്ച്വലി അത് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ എയർ ഒന്നുമില്ല. അങ്ങനെ ഗ്ലാസ് ആക്ച്വലി ആ ഗ്ലാസ് ബൾബ് ഇവാക്യുവേറ്റഡ് ആണ്. ഇനി ഇവാക്യുവേറ്റ് ചെയ്ത് വെച്ചു ഓക്സിഡൈസേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്സിഡേഷൻ തടയാൻ വേണ്ടിയിട്ട്. നൗ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ആക്ച്വലി ഏതെങ്കിലും തരത്തിലുള്ള ഇനേർട്ട് ഗ്യാസസ് ഫില്ല് ചെയ്യും ലോ പ്രഷറിൽ. എന്തിനാ ഇനേർട്ട് ഗ്യാസസ് ഫില്ല് ചെയ്യുന്നത്? ടു അവോയ്ഡ് വേപ്പറൈസേഷൻ. വേപ്പറൈസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസസ് ലോ പ്രഷറിൽ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കില്ല? വേപ്പറൈസേഷൻ സംഭവിക്കില്ല. യൂഷ്വൽ കേസസിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസസിന് പകരം നൈട്രജനാ യൂസ് ചെയ്യുന്നത്. വി നോ ദാറ്റ് നൈട്രജൻ ഇസ് നോട്ട് ആൻ ഇനേർട്ട് ഗ്യാസ്. നൈട്രജൻ ഇനേർട്ട് ഗ്യാസ് അല്ല. പക്ഷെ നോർമൽ കേസസിൽ നോർമൽ ടെമ്പറേച്ചറിൽ നോർമൽ പ്രഷറിൽ എന്താണ്, നൈട്രജൻ ഒരു ഇനേർട്ട് ഗ്യാസിന്റെ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഏറ്റവും അബൻഡന്റ്ലി നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന ഗ്യാസ് ഏതാ? നൈട്രജൻ. സോ മിക്ക ഇൻകാൻഡസന്റ് ലാമ്പുകളിലും ഫില്ല് ചെയ്യുന്നത് എന്തായിരിക്കും? നൈട്രജൻ ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ പല രീതിയിൽ വരാം. ഒന്ന്, ടങ്സ്റ്റൺ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. എന്തുകൊണ്ട് നിക്രോം കോയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കാം. അറ്റ് ദ സെയിം ടൈം എന്തുകൊണ്ട് ഇത് ഇവാക്യുവേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനകത്ത് ഇനേർട്ട് ഗ്യാസസ് ഫില്ല് ചെയ്യുന്നു എന്നും ചോദിക്കാം. സോ ഈ 4 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ആൻസർ ചെയ്തു. സോ ഇനി എന്തുകൊണ്ട് ഇൻകാൻഡസന്റ് ലാമ്പ് എഫിഷ്യന്റ് അല്ല? വൈ ഇറ്റ് ഇസ് നോട്ട് എഫിഷ്യന്റ്? അഗെയിൻ ദി ആൻസർ ഇസ് ദ സെയിം ഓൺലി വിച്ച് വി ഹാവ് ഡിസ്കസ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ്. ഹീറ്റിംഗ് എഫക്റ്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ചൂടാവുന്നത് ഒരു നല്ലൊരു പ്രോപ്പർട്ടി ആവുന്നത്. ഇവിടെ ലൈറ്റ്നിങ് എഫക്റ്റാ. നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഹീറ്റ് ആയിട്ട് മാറിയിട്ടാണ് നമുക്ക് ലൈറ്റ് എനർജി ആയിട്ട് വരുന്നത്. സോ ഈ പറഞ്ഞ ഇൻകാൻഡസന്റ് ലാമ്പ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് പോയി തൊട്ട് കഴിഞ്ഞാലും അതിന്റെ ചുറ്റിനും നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും? ചൂട് ഫീൽ ചെയ്യും. why the heat is being dissipated. അവിടെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് അപ്രീഷിയബിൾ. നമ്മൾ കുറെ അധികം ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അതിൽ പകുതി മുക്കാലും ഹീറ്റ് ആയിട്ടാണ് കൺവേർട്ട് ആയി പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ അപ്ലയൻസ് അല്ലെങ്കിൽ ആ ഡിവൈസ് അത്ര എഫിഷ്യന്റ് അല്ല എന്ന് വേണം നമുക്ക് പറയാൻ. എപ്പോഴാണ് ഒരു ഡിവൈസ് എഫിഷ്യന്റ് ആവുക? നമ്മൾ ഇൻപുട്ട് ചെയ്യണു, അതിന് മീൻസ് ഏകദേശം അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അത്രയും തന്നെ, അല്ലെങ്കിൽ അത്രയും തന്നെ ഒരിക്കലും നമുക്ക് കിട്ടില്ല, എന്നാലും വളരെ കുറച്ച് വേസ്റ്റേജ് മാത്രം വന്ന് ബാക്കി ഫുള്ളും എഫിഷ്യന്റ് രീതിയിൽ എഫിഷ്യന്റ് ഫോം ഓഫ് എനർജിയിൽ കൺവേർട്ട് ആയാലാണ് ആ ഡിവൈസ് എഫിഷ്യന്റ് ആവുക. ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ സപ്ലൈ ചെയ്യുന്നു, ഇറ്റ് ഈസ് ബീങ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി, ബട്ട് ഹൗ? the filament is being heated and that heating effect is actually causing the lightning effect. So a lot of heat is dissipated, which is actually a waste. Hence we say that incandescent lamp is inefficient. അതുകൊണ്ടിട്ടാ പറയുന്നത് ഇൻകാൻഡസന്റ് ലാമ്പ് ഇൻഎഫിഷ്യന്റ് ആണ് എന്നുള്ളത്. രണ്ട്, ഇതിന്റെ ലൈഫ് ടൈം ഭയങ്കര കുറവാ. കുറച്ച് നാൾ മാത്രമേ നമുക്ക് ഫിലമെന്റ് ലാംപ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ കഴിയുമ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടി തന്നെ വരുള്ളൂ. അത് നന്നാക്കാനൊന്നും നമുക്ക് ഓപ്ഷൻ ഇല്ല. ദ ഓൺലി വേ ഇസ് ടു റീപ്ലേസ്. ഇത് പിന്നെയും പറയുകയാണെങ്കിൽ അതിന്റെ ഡിസ്പോസലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇതൊക്കെയാണ് ഇൻകാൻഡസന്റ് ലാംപ്സിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് എ ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പ് തന്നെ പല തരത്തിലുണ്ട്. ഡിസ്ചാർജ് ലാമ്പ് ഒരു ജനറൽ കാറ്റഗറി ആണ്. ഈ പറഞ്ഞ ഡിസ്ചാർജ് ലാമ്പിന്റെ ഇൻസൈഡ് ആയിട്ട് വരുന്നതാണ് ആക്ച്വലി ഫ്ലൂറസെന്റ് ലാമ്പ്. പിന്നെ വരുന്നത് ഏതാ? ആർക്ക് ലാംപ്സ് വരും. ഇപ്പൊ ആദ്യത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ആർക്ക് ലാമ്പ് ആണ്. സോ ആർക്ക് ലാമ്പ് വരും. പിന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള CFLs വരും. ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? ഡിസ്ചാർജ് ലാമ്പിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇതിന്റെ ഇൻകാൻഡസന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വ്യത്യാസമുണ്ട്. വെൻ കമ്പയർഡ് ടു ഇൻകാൻഡസന്റ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ് ഇസ് ബെറ്റർ. We can't say that it is the best. It is better when compared to that of the incandescent lamp. So glass tubes fitted with 2 electrodes. ഈ പറഞ്ഞ ഡിസ്ചാർജ് ലാമ്പിൽ ഉണ്ടാവുക 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവുക. ഒരു ഗ്ലാസ് ട്യൂബിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാകും. ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഗ്യാസസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ദേ വിൽ എമിറ്റ് ലൈറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ഗ്യാസസ് filled in tubes. That means when a high potential difference is applied, the gas molecules get excited. Okay, നമ്മൾ ഒരു ഹൈ പൊട്ടൻഷ്യൽ ഗ്യാസിലേക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് എക്സൈറ്റഡ് ആവും. എക്സൈറ്റഡ് ആയി കഴിയുമ്പോൾ ഏത് ആറ്റം ആയാലും, ഇപ്പൊ നമ്മളായാൽ കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാനായിരിക്കും നമ്മൾ എല്ലാവരും ശ്രമിക്കുക. ഇപ്പൊ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ല, റൈറ്റ്? സോ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇസ് അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് മോളിക്യൂൾസ് തിരിച്ച് എന്താകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ എന്തിലേക്ക് വരാൻ ശ്രമിക്കും? സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് വരാൻ ശ്രമിക്കും. സോ ഫ്രം ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് ദേ വിൽ കം ടു ദ സ്റ്റേബിൾ സ്റ്റേറ്റ്. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ
എപ്പോഴാ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ആറ്റം എക്സൈറ്റഡ് ആവുക? അതിന് ആവശ്യമുള്ള അത്രയും അല്ലെങ്കിൽ എനർജി കിട്ടിക്കഴിയുമ്പോഴാണ് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് വരിക. സോ തിരിച്ച് അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് എമിറ്റ് ചെയ്യണം? എനർജി എമിറ്റ് ചെയ്യണം. സോ ഈ എനർജി എമിറ്റ് ചെയ്യുന്നത് റേഡിയേഷൻസ് ആയിട്ടാണ്. സോ പല നിറത്തിലുള്ള ലൈറ്റുകൾ നമുക്ക് അക്കോർഡിംഗ്ലി നമുക്ക് കിട്ടും. ഇതാണ് എന്തിന്റെ പ്രിൻസിപ്പിൾ? ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രിൻസിപ്പിൾ. Okay, so glass tubes fitted with 2 electrodes, that means discharge lamp has 2 electrodes. They will emit light as a result of discharge of electricity through the gases filled in tubes. How this is possible? When a high potential difference is applied, the gas molecules get excited. ഒരു high potential കൊടുക്കുമ്പോൾ gas molecules excited ആകും. Excited atoms come back to their original state for attaining stability. So during this process, the energy is stored in them will be radiated as light of different colors. So ഡിപ്പെൻഡിങ് ഓൺ ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഏതിലേക്കാണ് അവർ വരുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് കളറിലെ ലൈറ്റ് ആണ് അത് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഇൻകാൻഡസന്റ് ലാമ്പിനെയും ഡിസ്ചാർജ് ലാമ്പിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എഗെയിൻ ഡിസ്ചാർജ് ലാമ്പ് എന്താണ്, കുറച്ചും കൂടി എനർജി എഫിഷ്യന്റ് ആണ്. എഗെയിൻ എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി അല്ല, ഡിസ്ചാർജ് ലാമ്പും എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി അല്ല. സോ അതാണ് ഇതിന്റെ ഡ്രോബാക്സ് പറയാ. പക്ഷെ കമ്പയർ ടു ഇൻകാൻഡസന്റ് ലാമ്പ് ദിസ് ഇസ് എ ബെറ്റർ ചോയ്സ്. Now moving to the next category, which is LED, light emitting diode. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതാണ് അതിന്റെ ഫുൾ ഫോം. LED ലാംപ്സ് എഗെയിൻ ഏറ്റവും നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് LEDs അല്ലെ. LEDs ആക്ച്വലി ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ടാ. സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. നിങ്ങൾ കണ്ടക്ടർ പഠിച്ചിട്ടുണ്ട്, ഇൻസുലേറ്റർ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ പ്രോപ്പർട്ടീസ് വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും LEDs പല നിറത്തിലുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ പല നിറത്തിൽ കിട്ടുന്നു എന്ന് വെച്ചാൽ ആ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് കളറിലെ ലൈറ്റ് ആണ് അത് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി LED ലാംപ്സിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഇതിൽ ഇപ്പൊ ഈ നമ്മൾ മൂന്നെണ്ണം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് LED ലാംപ്സിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ എനർജി എഫിഷ്യന്റ്. കാര്യം ഇതിന്റെ ഉള്ളിൽ ഫിലമെന്റ് ഒന്നുമില്ല, സോ ഹീറ്റിംഗ് എഫക്റ്റ് അവിടെ വരുന്നില്ല. സോ എനർജി ഹീറ്റ് എനർജി ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നത് വളരെയധികം കുറവാണ്. സോ എത്ര ഇൻപുട്ട് ആണോ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം അത്രയും തന്നെ, അല്ലെങ്കിൽ അതിന്റെ ബെറ്റർ ദാൻ ഇൻകാൻഡസന്റ് ആൻഡ് ഡിസ്ചാർജ് ലാമ്പ്, അത്രത്തോളം അത് കൺവേർട്ടബിൾ ലൈറ്റ് എനർജി ആയിട്ടാണ് നമുക്ക് തരുന്നത്. സോ എനർജി കൺസപ്ഷൻ നമുക്ക് കുറവാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് LEDs യൂസ് ചെയ്താൽ കറണ്ട് ബില്ലൊക്കെ കുറച്ചേ വരുള്ളൂ എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ അതാണ്. ഒരു റീസൺ എന്നല്ല, മെയിൻ റീസൺ അതാണ്. ഓക്കെ, നൗ സോ സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ LEDs ഉണ്ടാക്കുന്നത്. ഫിലമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറ്റ് ഡിസിപ്പേഷൻ ഭയങ്കര കുറവാണ്. ഹീറ്റ് ഡിസിപ്പേഷൻ കുറവാകുമ്പോഴത്തേക്കും അവിടെ എന്താ, എനർജി എഫിഷ്യന്റ് ആണ്, എനർജി എഫിഷ്യന്റ്ലി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇപ്പോൾ വേറെ ഏത് ലാമ്പ് ആയാലും ചീത്തായി പോയി കഴിഞ്ഞാൽ ചീത്തായി പോയി തന്നെയാണ്. പക്ഷെ LED ലാംപ്സ് ആണെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് കോമ്പണൻസ് ചിലപ്പോൾ മാറ്റി കൊടുത്താൽ അത് വർക്ക് ചെയ്യും. സോ ചീത്തായി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് വേസ്റ്റിൽ കളയേണ്ട ആവശ്യമില്ല, ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ്. അതാണ് വേറൊരു കാര്യമുള്ളത്. ദെൻ എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, ഇതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ഓൾസോ. ദാറ്റ്സ് വൈ LEDs are preferred over almost all other bulbs which we have discussed right now, because incandescent ലാമ്പിനെക്കാളും കൂടുതൽ അതിനേക്കാളും ഡിസ്ചാർജ് ലാമ്പിനെക്കാളും ഒക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് LED ആ. സോ വൈ, ആ കമ്പാരിസൺ ഒരു ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കമ്പാരിസൺ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LEDs എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് വരാം. അതിനകത്ത് ഒന്ന് നിങ്ങളുടെ 1 മാർക്ക് സെക്ഷനിൽ വരില്ലേ, പെയേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് ചോദിക്കാവുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ ഹീറ്റിംഗ് കോയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് നിക്രോം ആണ്. ഓക്കെ, അപ്പൊ അവർ ഹീറ്റിംഗ് കോയിൽ നിക്രോം. സോ ഇതിനകത്ത് റിലേഷന്റെ ബന്ധം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് യു ഹാവ് ടു റൈറ്റ് ഫിലമെന്റ് ഡാഷ്, ദാറ്റ് വിൽ ബി ദ ക്വസ്റ്റ്യൻ. അങ്ങനെയായിരിക്കാം അടുത്തൊരു ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ എന്താ നോക്കണ്ടേ, ഹീറ്റിംഗ് കോയിലായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് നിക്രോം എന്നാ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാ, ടങ്സ്റ്റൺ. സോ അതവിടെ കഴിഞ്ഞു. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം 1 മാർക്കറിൽ. പിന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഡിസ്ചാർജ് ലാംപ്സിന്റെ കാര്യം. പല ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ് ഉണ്ട്, ഞാൻ എഴുതി കാണിച്ചതാ. ആർക്ക് ലാമ്പ് ഉണ്ട്, ദെൻ സോഡിയം വേപ്പർ ലാംപ്സ് ഉണ്ട്, ഫ്ലൂറസെന്റ് ലാംപ്സ് ഉണ്ട്, CFLs ഉണ്ട്. നമുക്കൊരു വെറൈറ്റി ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓപ്ഷൻസ് വന്നിട്ട് ഇതിൽ 4 ഇപ്പൊ ഞാനിപ്പോ ഓപ്ഷൻസ് തരാമെന്ന് വിചാരിക്കൂ, വിച്ച് ഐ എം ഗിവിംഗ് ഇസ് ആക്ച്വലി ഞാൻ പറയാണ് ഫ്ലൂറസെന്റ് ഉണ്ട്, ഐ എം സേയിങ് ഫ്ലൂറസെന്റ്, then I'm saying LED bulbs, then sodium vapor lamp,
then I'm saying arc lamp. ഇത്രയും ഓപ്ഷൻസ് വന്നിട്ട് ഇതിനകത്ത് ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ നിങ്ങൾ ഉത്തരം? ഇറ്റ് ഇസ് LED. ദിസ് ക്യാൻ ഓൾസോ ബി എ 1 മാർക്ക് ക്വസ്റ്റ്യൻ. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ് തന്നിട്ട് അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാനും നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, നൗ ദ നെക്സ്റ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ക്യാൻ കം അപ്പ് വിച്ച് ഇസ് എ വെരി അത് ഏത് രീതിയിലും ചോദിക്കാം കേട്ടോ. അഡ്വാൻറ്റേജ് ഓവർ ഇൻകാൻഡസെന്റ് ലാമ്പ് മീൻസ് കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻകാൻഡസെന്റ് ഡിസ്ചാർജ് ആൻഡ് LED ചോദിക്കാം. ഏറ്റവും കുറച്ചും കൂടി ചോദിച്ച് കണ്ടിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് LED ഓവർ അതർ ബൾബ്സ്, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇതിന്റെ കമ്പാരിസൺ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കമ്പാരിസൺസും ആക്ച്വലി എന്താണ്, കുറച്ചധികം ഇമ്പോർട്ടന്റ് ആണ്. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ കം അപ്പ്, ദാറ്റ് മീൻസ് ഇപ്പോ ഇത് തന്നെ എക്സ്പ്ലനേറ്ററി ആയിട്ട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ഹൗ ലൈറ്റ് എനർജി ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്ചാർജ് ലാംപ്സ്, അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അതേമാതിരി എക്സ്പ്ലെയിൻ ഹൗ ലൈറ്റ് എനർജി ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇൻകാൻഡസെന്റ് ലാമ്പ്, അതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് നിക്രോം യൂസ് ചെയ്യാൻ പാടില്ല, അത് ചോദിക്കാം. ദെൻ എന്തുകൊണ്ട് ഇനേർട്ട് ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്യുന്നു, ഇതെല്ലാം എക്സാംസിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ദിസ് പോർഷൻ ഡെഫിനറ്റ്ലി യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട് ആൻഡ് യു ഹാവ് ടു സ്ട്രെസ് ഓൺ. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഹാവ് എ ക്വിക്ക് ലുക്ക്. ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇസ് യൂസ്ഡ് ബൈ, എവിടെയാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്യുന്നത്? വി ആർ ആക്ച്വലി യൂസിങ് ഇറ്റ് ഇൻ വിച്ച് പാർട്ട്? ഏത് ബൾബിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എഫക്ട്? ഇൻകാൻഡസെന്റ് ലാമ്പിലാണ് യൂസ് ചെയ്യുന്നത്. വി ആർ യൂസിങ് ദാറ്റ് ഇൻ ഇൻകാൻഡസെന്റ് ലാമ്പ്. നൗ the next question, the ionizing effect of electrical voltage is used by, എവിടെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്? We are using this in discharge lamp. Now the next one, the highest efficiency in converting electrical energy to light energy is shown by, ഏത് ബൾബ് ഏറ്റവും കൂടുതൽ efficiently convert ചെയ്യുന്നത്? It is actually the LED, light emitting diodes. Okay, so we are done with the topic. I hope these much is clear to you, all of you. മൂന്ന് ടോപ്പിക്, മൂന്ന് ടൈപ്സ് ഓഫ് ലാമ്പ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അഡ്വാൻറ്റേജസ്, ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. സോ ദാറ്റ്സ് ആൾ. താങ്ക് യു. Manorama Horizon, learning made simple.